ഭാരത് സർക്കാർ ആരംഭിച്ച സോവറിൻ ഗോൾഡ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ബോണ്ടുകളായി സ്വർണം വാങ്ങി സൂക്ഷിക്കാം. കേവലം 1 ഗ്രാം മുതൽ പരമാവധി 4 കിലോ വരെയാണ് ഒരാൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. കൊണ്ടു നടക്കാവുന്ന സ്വർണമല്ല വാങ്ങുന്നത്, മറിച്ച് ഡിമാറ്റ് രൂപത്തിൽ ഡിജിറ്റൽ രൂപത്തിലാണ് വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും വിൽക്കുന്നതും. നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന സ്വർണത്തിന് 6 മാസത്തിലൊരിക്കൽ 2.5% പലിശയും ലഭിക്കുന്നതാണ്. പരമാവധി 8 വർഷമാണ് കാലാവധി. സൂക്ഷിക്കുന്ന സ്വർണത്തിന് നോമിനിയും ചേർക്കാവുന്നതാണ്. 8 വർഷത്തിന് ശേഷം വിൽക്കുന്ന സമയത്തെ സ്വർണത്തിൻ്റെ വിലയോടൊപ്പം പലിശയും നമുക്ക് ലഭിക്കുന്നു. ഇവ അക്കൗണ്ടിൽ നേരിട്ടെത്തുകയും ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്കിൽ സ്വർണം സൂക്ഷിക്കുന്നതിനാൽ സുരക്ഷയെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. എന്താണ് സോവറിൻ ഗോൾഡ്? സ്വർണത്തിൽ സൂചിപ്പിക്കുന്ന സർക്കാർ സെക്യൂരിറ്റികളാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഭൗതികമായ അല്ലെങ്കിൽ ഫിസിക്കൽ സ്വർണം വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നതിനു പകരമായ ഡിജിറ്റൽ സ്വർണമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. സർക്കാർ നൽകുന്ന ഈ സ്വർണ്ണ ബോണ്ടുകൾ നിലവിൽ സ്വർണത്തിൻ്റെ വില നൽകി വാങ്ങിയാൽ നിശ്ചിത കാലാവധിക്ക് ശേഷം അപ്പോൾ വിപണിയിലുള്ള വില നൽകി ഇവ സർക്കാർ തന്നെ തിരിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ബോണ്ടുകൾ സർക്കാരിന് വേണ്ടി നൽകുന്നത് റിസർവ് ബാങ്കാണ്. സോവറിൻ ഗോൾഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വർണം വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഇനി സ്വർണം വാങ്ങി ലോക്കറിൽ സൂക്ഷിക്കാനുള്ള ലോക്കർ ചാർജ് നൽകേണ്ടതില്ല. എന്നു മാത്രമല്ല 2.5% പലിശയും നമുക്ക് ലഭിക്കുന്നു. ആഭരണങ്ങൾ 916 പരിശുദ്ധി സ്വർണ്ണവില ലഭിക്കുമ്പോൾ സോവറിൻ ഗോൾഡ് നമുക്ക് ലഭിക്കുന്നത് 999 പരിശുദ്ധിയുടെ വിലയിലാണ്. മാത്രമല്ല കടയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ പണിക്കൂലി കുറയുകയും അതിലൂടെ നഷ്ടം വരുമ്പോൾ സോവറിൻ ഗോൾഡിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതേയില്ല. പൂർണ്ണമായി നികുതി ഒഴിവാക്കിയാണ് സോവറിൻ ഗോൾഡ് വിൽക്കുന്നത് എന്നതും പ്രധാന ഗുണങ്ങളിൽ പെടുന്നവയാണ്. സോവറിൻ ഗോൾഡിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വർണം വാങ്ങിയ വിലയേക്കാൾ കുറവാണ് വിൽക്കുന്ന സമയത്തുള്ളതെങ്കിൽ നഷ്ടസാധ്യതയ്ക്ക് ഇടയുണ്ട്. എന്നാൽ 8 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് ബോണ്ടുകൾ തിരിച്ചെടുക്കുമ്പോൾ പലിശ നൽകുന്നതിനാൽ അത്തരം പ്രശ്നമുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല വർഷങ്ങൾ കഴിയുമ്പോൾ സ്വർണ്ണ വില കുറയാറില്ല എന്നതുകൂടെ പരിഗണിക്കുമ്പോൾ ദോഷങ്ങൾ കുറവ് തന്നെയാണ്. സോവറിൻ ഗോൾഡ് ഡിജിറ്റൽ രൂപത്തിലായതിനാൽ ആഭരണമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതൊരു ദോഷമായി നമുക്ക് കണക്കാക്കാം. അതുപോലെ 8 വർഷം വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതും 8 വർഷത്തിന് മുൻപ് വിൽക്കേണ്ടി വന്നാൽ പലിശ കുറയും എന്നുള്ള ചെറിയ ദോഷങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എപ്പോൾ സോവറിൻ ഗോൾഡ് വാങ്ങാം? എങ്ങനെ സോവറിൻ ഗോൾഡ് വാങ്ങാം? റിസർവ് ബാങ്ക് പരസ്യം ചെയ്യുന്ന സമയങ്ങളിൽ ബാങ്കുകളിൽ നിന്നും പോസ്റ്റ് ഓഫീസ് മുഖേനയും വാങ്ങാവുന്നതാണ്. നിശ്ചിത സമയങ്ങളിൽ റിസർവ് ബാങ്ക് അറിയിപ്പുകൾ നൽകുന്നതാണ്. എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം. റിസർവ് ബാങ്ക് അറിയിക്കുന്ന തീയതികളിൽ ബാങ്കിൽ പോയാൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനായി വാങ്ങാൻ സാധിക്കുന്നതാണ്. നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാവുന്നതാണ്. ഇത്തരത്തിൽ വാങ്ങുന്ന ബോണ്ടുകൾ നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരുന്നതാണ്. അവ PDF ആയി പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ്. സുരക്ഷിതമായ ഇത്തരം നിക്ഷേപങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ തീർച്ചയായും ഭാവി ഉയർന്ന സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതാണ്. സോവറിൻ ഗോൾഡ് സംബന്ധിച്ച് കൂടുതൽ അറിവുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക.